കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 10 ഫങ്ഷൻസ് പാർട്ട് 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫംഗ്ഷൻ എന്താണെന്നും അതുപോലെ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്നും അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ C++ൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. സോ ഫസ്റ്റ്, functions in C++. Function is a named unit of statements in a program to perform a specific task as a part of the solution. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞതാണ്. അതായത് ഒരു ലാർജ് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യും. നമ്മൾ സ്മോളർ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ സ്മോളർ സബ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ടാസ്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫംഗ്ഷൻ. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നെയിം, ആൻഡ് ഇറ്റ് ഈസ് എ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. And functions in C++ can be classified into two: predefined or built-in functions, and the second one is user-defined functions. And നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പ്രീഡിഫൈൻഡ് ഫംഗ്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. And the predefined functions, the task to be performed by each of these functions are already written, debugged and compiled. Their definitions along are grouped and stored in the file called header file. Predefined, ആ വേർഡിൽ നിന്ന് തന്നെയുണ്ട് പ്രീ ഡിഫൈൻ. നമ്മൾ മുന്നേ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. ഇതിന് ഓൾറെഡി നമ്മൾ പറയുന്ന ഒരു പേര് തന്നെ എന്താണ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ഓൾറെഡി കമ്പൈലർക്ക് അറിയാവുന്ന ഫങ്ഷൻസ് ആണ്. അതായത് അതാണ് ആ ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ഓഫ് ദീസ് ഫങ്ഷൻസ് ആർ ഓൾറെഡി റിട്ടൺ, ഡീബഗ്ഡ് ആൻഡ് കമ്പൈൽഡ്. അതിൻ്റെ ഡെഫിനിഷൻ ആയാലും കമ്പൈലേഷൻ, ഡീബഗിങ്, റിട്ടൺ ഒക്കെ നമുക്ക് ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇത് നമ്മളെല്ലാം ഓരോ പർട്ടിക്കുലർ ഹെഡർ ഫയലിലായിരിക്കും ഈ ഫങ്ഷൻസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് വൈൽ യൂസിങ് ദീസ് ഫങ്ഷൻസ്, സം ഓഫ് ദം റിക്വയർഡ് ഡാറ്റ ഫോർ പെർഫോമിങ് ദി ടാസ്ക് അസൈൻഡ് ടു. ചില ഫങ്ഷൻസിൽ, ഇതിൽ ഈ പ്രീഡിഫൈൻഡ് ഫങ്ഷൻസിൽ ചില ഫങ്ഷൻസിൽ നമുക്ക് ചില ഡാറ്റാസ് റിക്വയർ ആണ്, അത് ആ ടാസ്ക് പെർഫോം ചെയ്യാനായിട്ട്. ആൻഡ് വി കോൾ ദം പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ആ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് പാസ് ചെയ്യുന്ന വാല്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്. ആൻഡ് ദാറ്റ് ആർ പ്രൊവൈഡഡ് വിത്തിൻ ദി പെയർ ഓഫ് പാരാന്തസിസ് ഓഫ് ദി ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിമിനോടൊപ്പം തന്നെ പാരാന്തസിസിൽ, അതായത് നമ്മൾ മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്പൺ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുക. ദാറ്റ് മീൻസ് പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. there are certain functions which give results after performing task. അതായത് നമ്മൾ ഈ ഫങ്ഷൻസ്, അത് ചില ഫങ്ഷൻസ് ഉണ്ട് നമ്മൾ എല്ലാ ടാസ്കുകളും പെർഫോം ചെയ്യുന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിൽ പറയുന്നത്. ദാറ്റ് മീൻസ് ആ കിട്ടുന്ന വാല്യൂവിന്, ആ റിസൾട്ടിന് നമ്മൾ പറയുന്ന പേരാണ് വാല്യൂ റിട്ടേൺഡ് ബൈ ദി ഫങ്ഷൻ. And some functions do not return any value, rather they perform a specific task. ഇത് ചില ഫങ്ഷൻസ് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും റിട്ടേൺ ചെയ്യില്ല, പക്ഷെ അതെന്തായിരിക്കും, rather they perform a specific task അവിടെ പെർഫോം ചെയ്യും, പക്ഷേ they do not return any value. ചില ഫങ്ഷൻസ് വാല്യൂ റിട്ടേൺ ചെയ്യും, ചിലത് വാല്യൂ റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഒന്നും കൂടെ പറയാം പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. പ്രീ ഡിഫൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റിട്ടേൺ, ഡീബഗ്ഡ് ആൻഡ് കമ്പൈൽഡ്, ആൻഡ് ദെയർ ഫങ്ഷൻസ് അലോങ് ആർ ഗ്രൂപ്പ്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദി ഹെഡർ ഫയൽസ്. അതായത് ഓൾറെഡി കമ്പൈലർക്ക് നോൺ ആയിട്ടുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അത് ഓൾറെഡി റൈറ്റ് ചെയ്തിട്ടുണ്ടാവും, ഡീബഗ് ചെയ്തിട്ടുണ്ടാവും, കമ്പൈൽ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ ഡെഫിനിഷനൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതൊരു പർട്ടിക്കുലർ ഹെഡർ ഫയലിലായിരിക്കും ഇതെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ചില ഫങ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചില വാല്യൂസ് അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് കൊടുക്കേണ്ടി വരും. അവിടെ റിക്വയറാണ്. ആ വാല്യൂസിന് അല്ലെങ്കിൽ ആ ഡാറ്റേനെ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ്. ഈ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഫങ്ഷൻ നെയിമിന് ശേഷം അതിനോടൊപ്പം തന്നെയായിട്ട് പാരാന്തസിസിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുക. ചില ഫങ്ഷൻസ് അല്ലെങ്കിൽ ആ ടാസ്ക് നമുക്ക് വാല്യൂസ് റിസൾട്ട് നമുക്ക് തരും. അങ്ങനെ ആ റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, വാല്യൂ റിട്ടേൺ ബൈ ദി ഫങ്ഷൻ. ചില ഫങ്ഷൻസ് ആണെങ്കിലോ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യില്ല, പക്ഷെ അവർ ആ ടാസ്ക് പെർഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ആദ്യത്തെ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ ഏതാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പഠിക്കുന്ന പ്രീ ഡിഫൈൻഡ് ഫങ്ഷനാണ് സ്ട്രിംഗ് ഫങ്ഷൻ.
സ്ട്രിങ് ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് എന്നുള്ളത് എന്താ, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. നമുക്ക് ഒരാളുടെ നെയിം എൻ്റർ ചെയ്യുക, കുറേ ക്യാരക്ടേഴ്സ് വരുന്നതാണ്. ആ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രിങ് എന്നുള്ളത്. അപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തിനായിരിക്കും, സ്ട്രിങ്സിലുള്ള എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിങ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ യൂസ് ചെയ്യുമ്പോൾ എല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഒരു ഹെഡർ ഫയലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഹെഡർ ഫയലാണ് സി സ്ട്രിങ് എന്നുള്ള ഹെഡർ ഫയൽ. അല്ലെങ്കിൽ ഇപ്പോൾ ടർബോ C++ലാണെങ്കിൽ string.h എന്നുള്ള ഹെഡർ ഫയലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രിങ് എന്നുള്ളത് കളക്ഷൻ ഓഫ് ക്യാരക്ടറാണ്. നമ്മൾ സ്ട്രിങ്ങിൻ്റെ മാനിപ്പുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് സ്ട്രിങ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഹെഡർ ഫയലാണ്. അല്ലെങ്കിൽ സ്ട്രിങ് ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. അതാണ് സി സ്ട്രിങ് എന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ടർബോ C++ ആണെങ്കിൽ string.h എന്നുള്ള ഹെഡർ ഫയലും നമ്മൾ യൂസ് ചെയ്യണം. ഇനി സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന C++ൽ യൂസ് ചെയ്യുന്ന സ്ട്രിങ് ഫങ്ഷൻസ് ആണ് ഇവിടെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് 5 എണ്ണം. str, len, strcpy, strcat, strcmp, strcmpi. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ദി ഫസ്റ്റ് വൺ ഈസ് str, len. ആ len എന്നുള്ളത് പറയുമ്പോൾ നമ്മളിപ്പോൾ തന്നെ അത് പഠിച്ച് വെക്കുക. len ഫോർ ലെങ്ത്ത്. സോ str, len എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഏതാണോ ആ പ്രോഗ്രാമിലുള്ള ഒരു നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ആ സ്ട്രിങ്ങിലുണ്ട് ലെങ്ത്ത്. ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ str, len എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ലെങ്ത്ത് ഓഫ് എ സ്ട്രിങ്. ദ ലെങ്ത്ത് ഓഫ് എ സ്ട്രിങ് മീൻസ് ദ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. ലെങ്ത്ത് എന്നുള്ളത് എന്താ, ആ ക്യാരക്ടറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ആ നമ്പറിനെയാണ് നമ്മൾ ലെങ്ത് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേർഡ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു വേർഡാണെങ്കിൽ അതിനെന്തൊക്കെ വരും, COMPTER. അപ്പോൾ അതിൻ്റെ എത്ര നമ്പേഴ്സ് ഉണ്ടോ ആ ഒരു ഇതിനാണ് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പ് അതിൻ്റെ സിൻടാക്സ് ഇൻറ്റ് str, len ഓഫ് സ്ട്രിങ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. എപ്പോഴും കൗണ്ട് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ അത് എപ്പോഴും റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ സിൻടാക്സിൽ നമ്മൾ എന്ത് കൊടുത്തു, ഇൻറ്റ് str, len ഓഫ് സ്ട്രിങ്. നമുക്ക് എൻ്റർ ചെയ്യേണ്ട സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ ആ സ്ട്രിങ് ഏത് വേരിയബിളിലാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ ആ പാരാന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പാസ് ചെയ്യുന്ന ആ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ പാരാമീറ്ററാണ് ആ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഇവിടെ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ക്യാർ str ഓഫ്, അവിടെ array size കൊടുത്തിട്ടില്ല, ഈക്വൽ ടു വെൽക്കം എന്നുള്ളൊരു സ്ട്രിങ് ആണ്. അപ്പോൾ വെൽക്കം എന്നുള്ള സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. WELCOME. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്, 7 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 7 തന്നെ നമുക്ക് നോക്കാം. ഇതിൽ ഇൻറ്റ് n എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ എന്നിലേക്കാണ് str, len ഓഫ് str എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ str എന്താ ഉള്ളത്, ഈ വെൽക്കം എന്നുള്ള സ്ട്രിങ് ആണ് str നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ str, len ഓഫ് str. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ച് അത് n എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ദെൻ cout n. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ എന്തായിരിക്കും വരിക, വെൽക്കം എന്നുള്ള സ്ട്രിങ്ങിൽ 7 ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ദ ഔട്ട്പുട്ട് വിൽ ബി 7. സോ ഹിയർ ദ ആർഗ്യുമെൻറ്റ് ഫോർ the function str, len is a string variable and returns the number of characters in this string. Here 7 to the variable n, because the string welcome contains 7 number of characters. Hence the program code will display 7 as the value of the variable. അപ്പോൾ ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. str, len എന്നുള്ളത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എപ്പോഴും റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു ഇൻറ്റീജർ നമ്പർ തന്നെയാണ് റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പോൾ അതിൽ എപ്പോഴും സിൻടാക്സ് ശ്രദ്ധിക്കുക. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യേണ്ട വാല്യൂ അല്ലെങ്കിൽ പാരാമീറ്ററൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് ഫങ്ഷൻ ഈസ് strcpy ഓഫ്. അത് cpy അത് കോപ്പി ചെയ്യാനാണ്. ഒരു സ്ട്രിങ്ങിൽ നിന്ന് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ strcpy എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. സിൻടാക്സ് ഇങ്ങനെയാണ്, strcpy ഓഫ് str1, str2 പാരാന്തസിസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ str1, string 1, string 2 എന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലൈനിൽ.
അപ്പോൾ സ്ട്രിങ് 2-ലുള്ള സ്ട്രിങ് എന്താണോ അത് സ്ട്രിങ് 1-ലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഇവിടെ ക്യാർ S1 ഓഫ് 10, S2 ഓഫ് 10 ഈക്വൽ ടു വെൽക്കം. ഇവിടെ S2 എന്നുള്ള ക്യാരക്ടർ അറയിലാണ് വെൽക്കം എന്നുള്ള സ്ട്രിങ് ഉള്ളത്. S1 എന്നുള്ളതിൽ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ ഞാൻ കൊടുക്കുകയാണ് strcpy ഓഫ് S1, S2. അപ്പോൾ ഇവിടെ S2-ലുള്ളത് എന്താണോ അതെങ്ങോട്ട് കോപ്പി ആവും? S1-ലേക്ക് കോപ്പി ആവും. ഈ ഒരൊറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ strcpy എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൽ നിന്ന് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാനാണ്. അപ്പോൾ നമുക്കിവിടെ 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്, S1-ഉം S2-ഉം. അപ്പോൾ S2-ലുള്ളത് എന്താണോ അത് S1-ലേക്ക് കോപ്പി ആവും. ഇപ്പോൾ നമ്മുടെ S2-ലുള്ളത് എന്താണ്? വെൽക്കം എന്നുള്ള സ്ട്രിങ് ആണ്. അതെങ്ങോട്ട് കോപ്പി ആയിട്ടുണ്ടാവും? S1-ലേക്ക്. അപ്പോൾ സി ഔട്ടിൽ ഇപ്പോൾ എന്താ ഉള്ളത്? S1. സോ ദി ഔട്ട്പുട്ട് വിൽ ബി വെൽക്കം. ദാറ്റ് ഈസ് ദ സ്ട്രിങ് വെൽക്കം കണ്ടെയ്ൻഡ് ഇൻ ദി സ്ട്രിങ് വേരിയബിൾ S1 വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദി സ്ട്രിങ്. അപ്പോൾ നമ്മൾ strcpy എന്നുള്ളത് ഒരു സ്ട്രിങ്ങിൽ നിന്ന് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാനാണ്. അപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മളതിലേക്ക് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റിലെ വാല്യൂ എന്താണോ സ്ട്രിങ് എന്താണോ അത് ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് കോപ്പി ആയിട്ട് വരും. ആൻഡ് ദി നെക്സ്റ്റ് ഈസ് strcat ഓഫ്. strcat എന്നുള്ളത് അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ strcat എന്നുള്ള function use ചെയ്യുക. That means this function is used to append one string to another string. The length of the resultant string is the total length of the two string. അതായത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്ട്രിങ് ഈസ് ഗുഡ് ആൻഡ് സെക്കൻഡ് സ്ട്രിങ് ഈസ് മോർണിംഗ്. അപ്പോൾ strcat ഓഫിൽ ഈ 2 സ്ട്രിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഗുഡ് മോർണിംഗ് എന്നായിരിക്കും വരിക. പക്ഷേ ദ ലെങ്ത് ഓഫ് ദി റിസൾട്ടൻറ്റ് സ്ട്രിങ് എന്താണ്? ഗുഡും മോർണിംഗ് കൂടെ കമ്പൈൻ ചെയ്ത് ടോട്ടൽ ലെങ്ത് ആയിരിക്കും. രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എത്രയാണോ ലെങ്ത് വരുന്നത് അതായിരിക്കും നമുക്ക് റിസൾട്ടൻ്റ് സ്ട്രിങ്ങിൽ വരിക. ആൻഡ് ദി സിൻടാക്സ് ഈസ് strcat ഓഫ് സ്ട്രിങ് 1, സ്ട്രിങ് 2. സ്ട്രിങ് 1-ലുള്ള വാല്യൂം സ്ട്രിങ് 2-ലുള്ള വാല്യൂം കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് വരിക, അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ടായിരിക്കും റിസൾട്ട് വരിക. ആൻഡ് ദി സൈസ് ഓഫ് ദി ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഷുഡ് ബി ഏബിൾ ടു അക്കോമഡേറ്റ് ബോത്ത് സ്ട്രിങ്സ് ടുഗെദർ. അപ്പോൾ നമ്മൾ സ്ട്രിങ് 1-ലേക്ക് എൻ്റർ ചെയ്യുന്നത് ഗുഡും സ്ട്രിങ് 2-ലേക്ക് മോർണിംഗ് ആണെന്ന് വിചാരിക്കും. പക്ഷേ സ്ട്രിങ് 1-ൽ തന്നെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാനുള്ള അത്രയും സൈസ് നമ്മൾ ആ ക്യാരക്ടർ അറയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ആൻ എക്സാമ്പിൾ S1 ഓഫ് 20 ഈക്വൽ ടു വെൽക്കം. അപ്പോൾ 20 ക്യാരക്ടേഴ്സ് S1-ൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് S2 ഓഫ് 10 ഈക്വൽ ടു 2C++. അപ്പോൾ S1-ൽ വെൽക്കം എന്നുണ്ട്, S2-ൽ 2C++. ആൻഡ് strcat ഓഫ് S1, S2 ആൻഡ് C out S1. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഈ വെൽക്കം എന്നുള്ള സ്ട്രിങ്ങും 2C++ എന്നുള്ളതും കൂടെ കമ്പൈൻ ചെയ്ത് വരും. ആൻഡ് ഇതിൽ S1, S2 എന്ന് വെച്ചാൽ ആ റിസൾട്ടൻ്റ് ആ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സ്ട്രിങ് ആയ S1-ലേക്കായിരിക്കും സ്റ്റോർ ചെയ്ത് വരിക. അപ്പോൾ ഇവിടെ C out S1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് വരും? വെൽക്കം ടു C++. അതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. ദ എബവ് കോഡ് will display welcome to C++ as the value of the variable S1. S1-ൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും. നോട്ട് ദാറ്റ് ദ സ്ട്രിങ് ഇൻ S2 begin with എ വൈറ്റ് സ്പേസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ S2-ൽ കൊടുത്തിട്ടുള്ളതിൽ ആദ്യം തന്നെ ഒരു വൈറ്റ് സ്പേസ് കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് വെൽക്കം സ്പേസ് ടു C++ എന്നുള്ളത് വരുന്നത്. അപ്പോൾ strcat എന്നുള്ള ഫംഗ്ഷൻ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആദ്യത്തെ സ്ട്രിങ് ഏതാണോ അതിലേക്കായിരിക്കും റിസൾട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്തു വരാം. ആൻഡ് നെക്സ്റ്റ് ഈസ് strcmp ഓഫ്. strcmp എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 സ്ട്രിങ്സ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കമ്പാരിസൺ ഒരു ആൽഫബറ്റിക്കൽ ക്യാരക്ടേഴ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും അത് കമ്പയർ ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കമ്പയർ 2 സ്ട്രിങ്. ഇൻ ദി കമ്പാരിസൺ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ദി ക്യാരക്ടേഴ്സ് ഇൻ ദി സ്ട്രിങ് ഈസ് കൺസിഡേർഡ്. ആൻഡ് ദി സിൻടാക്സ് ഈസ് strcmp ഓഫ് സ്ട്രിങ് 1, സ്ട്രിങ് 2. ഈ 2 സ്ട്രിങ്ങുകളും തമ്മിൽ കമ്പയർ ചെയ്തിട്ടായിരിക്കും. സ്ട്രിങ് 1-ഉം സ്ട്രിങ് 2-ഉം തമ്മിൽ കമ്പയർ ചെയ്യും. പക്ഷേ നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്, ചില വാല്യൂസ് നമ്മളവിടെ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് തേർഡ് പോയിൻ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ഫംഗ്ഷൻ റിട്ടേൺസ് എനി ഓഫ് ദി ഫോളോയിങ് വാല്യൂസ് ഇൻ ദി 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ചിലപ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു 0 വാല്യൂ ആയിരിക്കും. അതെപ്പോഴായിരിക്കും? സ്ട്രിങ് 1-ഉം സ്ട്രിങ് 2-ഉം സെയിം ആണെങ്കിൽ. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ 2 സ്ട്രിങ് 1-ൽ ഞാൻ കൊടുത്തത് ABC, സ്ട്രിങ് 2-ലും ABC, രണ്ടും ക്യാപിറ്റൽ ലെറ്ററിൽ ABC കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. സ്ട്രിങ് 1-ഉം സെയിം ആണ്, സ്ട്രിങ് 2-ഉം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ
ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു 0 ക്യാരക്ടർ ആയിരിക്കും. 0 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇനി ചിലപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അത് എപ്പോഴായിരിക്കും? സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. സ്ട്രിങ് 1 സ്ട്രിങ് 2വിനേക്കാളും ആൽഫബറ്റിക്കലി സൈസ് കുറവാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് വാല്യൂ, അതുപോലെ സൈസ് കൂടുതലാണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ str_cmp എന്നുള്ളത് രണ്ട് സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിൻടാക്സ് str_cmp ഓഫ് സ്ട്രിങ് 1, സ്ട്രിങ് 2 ആണ്. സ്ട്രിങ് 1ഉം 2ഉം സെയിം ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. സ്ട്രിങ് 2 സ്ട്രിങ് 1നേക്കാൾ ചെറുതാണെങ്കിൽ, ആൽഫബറ്റിക്കലി ചെറുതാണെങ്കിൽ negative value, otherwise it returns a positive value. And an example here, the string character s1 equal to Deepthi and s2 equal to Divya. രണ്ടും സെയിം ആണോ? സ്ട്രിങ് 1 ഇവിടെ ദീപ്തിയും സ്ട്രിങ് 2ഉം ദിവ്യ എന്നാണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് n എന്നുള്ളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു n എന്നുള്ള വാല്യൂ എന്തിനാണ്? ഒരു ഇൻറ്റീജർ വാല്യൂ 0 അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കേസ് തന്നെ നോക്കി, n ഈക്വൽ ടു str_cmp ഓഫ് s1, s2 രണ്ടും സെയിം ആണോ എന്ന് ആദ്യം നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ദീപ്തിയും ദിവ്യയാണുള്ളത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഈക്വൽ ടു 0, രണ്ടും സെയിം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ആണോ? ഇവിടെ സെയിം അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ആ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നമ്മൾ അടുത്ത കണ്ടീഷൻ സെയിം ആണെങ്കിൽ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരാം? ബോത്ത് ദി സ്ട്രിങ്സ് ആർ സെയിം. ഇനി അടുത്ത കേസിൽ എൽസ് ഇഫ് n ലെസ് ദാൻ 0. ആദ്യത്തേത് ദീപ്തി എന്നുള്ളതും രണ്ടാമത്തേത് ദിവ്യ എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണ് വരിക? ദീപ്തിയിലുള്ളതാണ് അവിടെ നമുക്ക് 7 ക്യാരക്ടറും ദിവ്യയിൽ 5 ക്യാരക്ടറേ ഉള്ളൂ. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണ്. അതായത് നെഗറ്റീവ് നമ്പറാണ് ഇവിടെ വരിക. സോ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? Cout s1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു s2. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിൽ s2ൽ ദിവ്യയും s1ൽ ദീപ്തി ആണെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും? s1 ഗ്രേറ്റർ ദാൻ s2 എന്നായിരിക്കും വരിക. അപ്പോൾ str_cmp എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമ്പയർ ചെയ്യുമ്പോൾ 3 വാല്യൂസാണ് അവർ റിട്ടേൺ ചെയ്യുക. 0 അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ, പോസിറ്റീവ് വാല്യൂ. രണ്ടും സെയിം ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. സ്ട്രിങ് 1 ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2 ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂയും, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ. ഇനി ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ഇനി ഇത് സെയിം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഫംഗ്ഷൻ str_cmp_i. ഇതും നമ്മൾ കമ്പാരിസണിന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ കേസസ് ഇഗ്നോർ ചെയ്യും. കേസസ് മീൻസ് അപ്പർ കേസ് ഓർ ലോവർ കേസ് ആണോ എന്നുള്ളത് ഇവിടെ നോക്കില്ല. നമ്മൾ അപ്പർ കേസും ലോവർ കേസും സെയിം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. ആൻഡ് ദ സിൻടാക്സും വർക്കിങ്ങും വാല്യൂ റിട്ടേൺ ചെയ്യുന്നതൊക്കെ str_cmp പോലെ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുക. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഓൾസോ റിട്ടേൺസ് ദി വാല്യൂ ഇൻ ദ കേസ് ഓഫ് str_cmp. str_cmp എന്തൊക്കെ ചെയ്തോ അതേപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പർ കേസും ലോവർ കേസും str_cmp_iയിൽ സെയിമും str_cmp ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. എക്സാമ്പിൾ, s1 എന്നുള്ള സ്ട്രിങ്ങിൽ സനിൽ എന്നുള്ളതും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഫുൾ ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് സനിൽ എന്നുള്ള സ്ട്രിങ്ങും, s2 എന്നുള്ള സ്ട്രിങ്ങിൽ ഫുൾ ഓഫ് ലോവർ കേസ് ലെറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടും str_cmp_i ആയതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം str_cmp_i ഓഫ് s1, s2. ഇവിടെ എന്താണ്? രണ്ടും സെയിം ആണ്. cmp_iയിൽ അപ്പർ കേസും ലോവർ കേസും സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യുക. സോ ഹിയർ ദി ഔട്ട്പുട്ട് ഈസ് സ്ട്രിങ്സ് ആർ സെയിം. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ സെയിം അല്ലെങ്കിൽ ബാക്കി നമ്മൾ str_cmp എന്തൊക്കെ റൂൾസാണോ ഫോളോ ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടി വരും. സോ ദി എബവ് കോഡ് വിൽ ഡിസ്പ്ലേ സ്ട്രിങ്സ് ആർ സെയിം ആസ് ദി ഔട്ട്പുട്ട് ബിക്കോസ് ദി അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ആസ് സെയിം ഡ്യൂറിങ് ദി കമ്പാരിസൺ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കി. ഫംഗ്ഷൻസ് തന്നെ രണ്ട് ടൈപ്പായിട്ട്, ഒരു സ്പെസിഫിക് ടാസ്ക്, ഒരു സൊല്യൂഷനിൽ നമുക്ക് സ്പെസിഫിക് ടാസ്ക് ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടൊരു സ്പെസിഫിക് ടാസ്കിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫംഗ്ഷൻ എന്ന് പറയുക. രണ്ട് ടൈപ്പ് ഫംഗ്ഷൻസ് ആണുള്ളത്. പ്രീ ഡിഫൈൻഡ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും, അതല്ല യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും. അതിൽ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിൽ ഒന്നാണ് നമ്മളിന്ന് ഇവിടെ. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുള്ളത് എന്താ? ഓൾറെഡി കമ്പൈലർക്ക് അറിയാവുന്ന ഫംഗ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആകുമ്പോൾ ഓരോ ഹെഡർ ഫയലിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനായ സ്ട്രിങ് ഫംഗ്ഷൻസ് ആണെന്ന് പഠിച്ചത്. സ്ട്രിങ് ഫംഗ്ഷൻസ് ഒക്കെ സി സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ string.h എന്നുള്ള ഹെഡർ ഫയലിലാണ് യൂസ് ചെയ്യുക. ആദ്യം നമ്മൾ പഠിച്ച സ്ട്രിങ് ഫംഗ്ഷനാണ് strlen ഓഫ് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ, ദെൻ strcpy ഓഫ് ഒരു സ്ട്രിങ്ങിൽ നിന്ന് വേറൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാൻ, ആൻഡ്
STR cat ഓഫ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ. ദെൻ STR CMP രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 3 വാല്യൂസ് 0, നെഗറ്റീവ്, പോസിറ്റീവ് ഒക്കെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുക. പക്ഷേ STR CMPയിൽ അപ്പർ കേസ് ലെറ്റേഴ്സും ലോവർ കേസ് ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷേ STR CMP I എന്നുള്ള ഫംഗ്ഷനിൽ അപ്പർ കേസ് ലോവർ കേസ് ലെറ്റേഴ്സും സെയിം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. Hope all these topics are clear to you. Thank you, students.